എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് തൃശൂർ മറ്റത്തൂരിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. വനിതകൾക്കും വനിതാ നേതാക്കൾക്കും ഇപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റാതായിരിക്കുന്നു. അപമാനം സഹിച്ചും തങ്ങൾക്ക് നേരെ വരുന്ന പീഡന ശ്രമങ്ങൾ വരുമ്പോൾ അതെല്ലാം ഉള്ളിലൊതുക്കിയും കഴിയുന്ന വനിതകളും വനിതാ നേതാക്കന്മാരുടെയും എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റത്തൂരിൽ നിന്നും ഇപ്പോൾ വരുന്ന വാർത്ത, പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായിട്ടുള്ള മറ്റത്തൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള CH സാദത്ത് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെതിരെ അവിടെ തന്നെയുള്ള ഒരു വനിതാ നേതാവ് പോലീസ് മേധാവിക്ക് കൊടുത്ത പരാതിയിന്മേൽ വെള്ളിക്കുളങ്ങര പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പുതുക്കാട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള CH സാദത്ത് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ്. പരാതി ഉന്നയിച്ചിരിക്കുന്ന വനിതാ നേതാവ് പറയുന്നത്, താൻ ഈ CH സാദത്തിന്റെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിച്ചിരുന്നു. ഇയാൾ ആ ഭാഗങ്ങളിൽ പണം കടം കൊടുക്കുന്ന വ്യക്തിയാണ്. പണം കടം കൊടുക്കുന്നതുമായി ഇയാൾക്കെതിരെ വ്യാപകമായ പരാതികളുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിജീവിത ഇയാളുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിച്ചു. ആ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഈ CH സാദത്തിനെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഈ മഹാമനസ്കനായ ഈ മാതൃകാപരമായിട്ടുള്ള ഈ കോൺഗ്രസ് നേതാവ് ഈ വീട്ടമ്മയെ തന്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. വീട്ടിലെത്തിയ വനിതാ നേതാവ് വീടിന്റെ അകത്തേക്ക് കയറാതെ കോളിംഗ് ബെല്ലടിച്ച് പുറത്തു നിന്നു. വാതിൽ തുറന്ന ഈ CH സാദത്ത് ഈ വീട്ടമ്മയോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. പക്ഷേ അവർ പുറത്തു തന്നെ നിന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഇയാളുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ പുറത്തേക്ക് വന്നു. ഈ CH സാദത്ത് ഈ വീട്ടമ്മയെ കൈക്ക് പിടിച്ച് ഉള്ളിലെ വിസിറ്റിംഗ് ഹാളിലെ സെറ്റിയിലേക്ക് വലിച്ചിട്ടു. തുടർന്ന് പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ ഈ വീട്ടമ്മയ്ക്ക് സ്വയം പ്രതിരോധ സംവിധാനങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഇവർ ഈ കോൺഗ്രസ് നേതാവിന്റെ കടന്നുപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പാർട്ടി സംവിധാനങ്ങളോട് പരാതിപ്പെടുകയായിരുന്നു ഈ വനിതാ നേതാവ് ചെയ്തത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, കോൺഗ്രസിന്റെ പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധീക്കാരായിൽ, അതുപോലെ തന്നെ മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ എന്നിവർക്ക് ഇയാൾക്കെതിരെ പരാതി കൊടുത്തു. യാതൊന്നും ഉണ്ടായില്ല. ഒരു നടപടിയും അവർ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഈ വനിതാ നേതാവിനോട് നിങ്ങളുടെ അഹങ്കാരവും ധാർഷ്ട്യവുമാണ് ഇവരെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് സഹികെട്ട് മനം നൊന്ത് ഇവർ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വെള്ളിക്കുളങ്ങര പോലീസ് ഈ CH സാദത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ ഇപ്പോൾ ഈ വനിതകൾക്കും വനിതാ നേതാക്കന്മാർക്കെതിരെയുള്ള പരാതികൾ ഉയരുകയാണ്. കുറച്ചു നാളുകൾക്ക് മുൻപാണ് കോൺഗ്രസിന്റെ MLA-യും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി ഉയർന്നത്. അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ രാജിയും മറ്റുമൊക്കെ നമ്മൾ കണ്ടു. തുടർന്ന് ഇങ്ങോട്ട് വീണ്ടും ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസ് നേതാവിൽ നിന്നും ഒരു വനിതാ നേതാവ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായപ്പോൾ അത് പരാതിപ്പെട്ടപ്പോൾ ആ ഉന്നത സ്ഥാനത്തിരിക്കുന്ന മറ്റ് കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ ഈ വീട്ടമ്മയെ സഹായിക്കാൻ എത്തിയില്ല എന്നുള്ള കാര്യം ആവർത്തിക്കപ്പെടുകയാണ്. ഇതുമാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം ഈ അതിജീവിത പാർട്ടി പ്രവർത്തകരോടൊപ്പം തന്നെ പാർട്ടിയുടെ മറ്റൊരു പ്രവർത്തനത്തിന് വേണ്ടി ഒരു ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ അതിൽ ഈ പ്രതിയായിട്ടുള്ള ഈ CH സാദത്ത് ഉണ്ടായിരുന്നു. അവിടെ വെച്ചും ഈ അതിജീവിതയെ അപമാനിക്കാനും രൂക്ഷമായ വാക്പ്രയോഗങ്ങൾ നടത്തി മോശപ്പെടുത്താനും ശ്രമിച്ചു. ഇപ്പോൾ ഈ അതിജീവിക്കെതിരെ വ്യാപക നുണപ്രചരണങ്ങളാണ് ഇപ്പോൾ മറ്റത്തൂരിലടക്കമുള്ള പ്രദേശങ്ങളിൽ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിമോശകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ മറ്റത്തൂരിലെ കോൺഗ്രസ് കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ വനിതാ നേതാവ് കൊടുത്ത പരാതിയിന്മേൽ തുടക്കത്തിലെ തന്നെ കൃത്യമായ അച്ചടക്ക നടപടികൾ ഉന്നത നേതൃത്വത്തിന് സ്വീകരിക്കാമായിരുന്നു. പക്ഷേ അത് സ്വീകരിച്ചില്ല. ഈ വനിതാ നേതാവ് പോലീസിൽ പരാതിപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ മുഖം രക്ഷിക്കാനെന്ന വണ്ണം ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസിന്റെ പുതുക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CH സാദത്തിനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുന്നു, പാർട്ടിയിൽ നിന്നും മാറ്റിയിരിക്കുന്നു എന്നുള്ള വിവരം അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങളും പീഡന വീരന്മാർക്ക് തുല്യമായ പ്രവർത്തനങ്ങളും നടത്തുന്നവരെ പാർട്ടി സംവിധാനങ്ങൾ സംരക്ഷിക്കാൻ പാടില്ല. കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, രാഷ്ട്രീയ സംവിധാനങ്ങളിൽ പുതിയ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി വരുന്ന വനിതകൾക്കും അതുപോലെ തന്നെ വനിതാ നേതാക്കൾക്കും ഇത്തരത്തിലുള്ള അരോചകത്വമായ അപമാനകരമായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. വെള്ളിക്കുളങ്ങര പോലീസ് കേസെടുത്തതിനെ തുടർന്ന് കോൺഗ്രസിന്റെ പുതുക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന പ്രതിയായിട്ടുള്ള ഈ CH സാദത്ത് ഇപ്പോൾ ഒളിവിലാണ്. അതിജീവിത ധൈര്യത്തോടുകൂടി ഈ വിഷയത്തിൽ മുന്നോട്ട് പോവുകയാണ്. അവർ ജയഫൈസിനോട് ധൈര്യപൂർവ്വം കാര്യങ്ങൾ പങ്കുവച്ചു. മറ്റത്തൂർ മണ്ഡലത്തില് ഞങ്ങള് കോൺഗ്രസ്സുകാര് ഒരുമിച്ച് പ്രവർത്തിക്കണ CH സാദത്ത് എന്ന് പറഞ്ഞ വ്യക്തി, ഞാനും ആളും ഒരേ കോൺഗ്രസ് പാർട്ടിയിലുള്ളവരാണ്. മറ്റത്തൂര് പഞ്ചായത്തില് ഞങ്ങൾ ഒരേ കോൺഗ്രസ്സുകാരാണ്, ഒരേ സഹപ്രവർത്തകരാണ്. എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ട് വന്നപ്പോൾ CH സാദത്ത് അദ്ദേഹം പലിശയ്ക്ക് പണം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2-3 വട്ടം 10,000 രൂപ വെച്ച് പലിശയ്ക്ക് പണം മേടിച്ചായിരുന്നു. പണം മേടിച്ചതിന്റെ ആ ഒരു ഇതില്
പണം തിരികെ കൊടുക്കാനായിട്ട് എന്നോട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞതിനെ തുടർന്ന് ഞാൻ പണം കൊണ്ട് വീട്ടിലേക്ക് പോയപ്പോൾ ഇയാള് എൻ്റെ ലൈംഗിക ചൊവ്വയോടെ എൻ്റെ കയ്യിൽ കയറി പിടിക്കുകയും എന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് വിസിറ്റിംഗ് ഹാളിലേക്ക് ബലമായി പിടിച്ച് വലിച്ചിടുകയായിരുന്നു. ഇതേ തുടർന്ന് പാർട്ടിയിലെ നേതാക്കന്മാരായ TM ചന്ദ്രനോടും ഷാഫി കല്ലുപറമ്പിലിനോടും ഞാനിത് ഈ വിവരം വാക്കാലെ പറഞ്ഞതാണ്. പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരിത് പുറത്തു വിട്ടായിരുന്നില്ല. TM ചന്ദ്രനോടും അതുപോലെ തന്നെ ഷാഫി കല്ലുപറമ്പിലിനോടും. TM ചന്ദ്രൻ DCC സെക്രട്ടറിയും അതുപോലെ തന്നെ ഷാഫി കല്ലുപറമ്പിൽ മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റുമാണ്. ഞാൻ ഈ കാര്യം ഞങ്ങളുടെ നേതാക്കന്മാർ ഈ രണ്ട് നേതാക്കന്മാരുടെ വാക്കാലെ പറഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഉണ്ടായ ഒരു സംഭവം എങ്ങനെയാണ്, ഇവന്റെ ക്യാരക്ടർ ഇതാണ്, ഇവന്റെ വീക്ക്നെസ് ഇതാന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞത്. നമ്മുടെ പാർട്ടിയുടെ ഒരു സംഭവമാണ്, ഇന്ന രീതിയിൽ ഇത് പുറത്തുവിട്ട പാർട്ടിക്ക് ഇത് നാണക്കേടാന്നുള്ള രീതിയിലാണ് ഇവരെന്നോട് സംസാരിച്ചത്. TM ചന്ദ്രനും ഷാഫി കല്ലുപറമ്പിലും രേഖാമൂലം പാർട്ടി നേതാക്കളെ പറഞ്ഞ് രേഖാമൂലം പാർട്ടി നേതാക്കളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, DCC പ്രസിഡന്റ് ജോസ് ടാജറ്റ്, ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ പരാതി കൊടുത്തായിരുന്നു. ഇതിന്റെ ഇതിലേക്ക് എന്നെ DCC നിന്ന് എന്നോട് അവിടേക്ക് എത്തിച്ചേരാനും ഇതിന്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയാനും എന്നെ വിളിച്ചവർ വരുത്തി. 2-2.25 മണിക്കൂർ അവരെന്നോട് ഒരു എന്താ പറയാ, അവര് പലരെയും സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇവരെന്നോട് ചോദിച്ചത്. അവിടെ നിന്നും എനിക്ക് നീതി കിട്ടില്ല എന്ന് ഉറപ്പായത് കൊണ്ടാണ് ഞാൻ നേരിട്ട് വനിതാ റൂറൽ SPക്ക് പരാതി കൊടുത്തത്. അവിടെ നിന്നാണ് വെള്ളിക്കുളങ്ങര CI കൃഷ്ണൻ സാറിനെ വിളിച്ച് ഇയാള് പലിശയ്ക്ക് പണം കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇത് പലിശയ്ക്ക് പണം കൊടുത്ത് ഇന്ന രീതിയിൽ സ്ത്രീകളെ അപായപ്പെടുത്തുന്ന ഒരു രീതിയും ഇയാൾക്കുണ്ടെന്നുള്ള രീതിയിൽ സ്ട്രോങ് എവിഡൻസ് കൊടുക്കാൻ പറഞ്ഞായിരുന്നു, മൊഴിയെടുക്കാൻ പറഞ്ഞായിരുന്നു. FIR സ്ട്രോങ് ആയിട്ട് എഴുതിയെടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. എന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ട് 2-3 ദിവസമായി ഇയാള് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഇയാള് ഒളിവിലാണ്. ഈ പാർട്ടി ഇയാൾക്കെതിരെ നടപടി എടുത്തുണ്ടോ? പാർട്ടിക്കാര് CH സാദത്തിനെ കാര്യം സത്യമുള്ളത് കൊണ്ടും പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും പാർട്ടിയിൽ നിന്ന് തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഈ പരാതി പോലീസ് സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം അതുണ്ടായേ? ഞാൻ നേരിട്ട് റൂറൽ SPക്ക് പരാതി കൊടുത്തതിനെ തുടർന്നാണ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് CH സാദത്തിനെ നീക്കം ചെയ്തത്. പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും പാർട്ടിയിൽ നിന്നും CH സാദത്തിനെ നീക്കം ചെയ്തു. ശേഷം മാഡത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ സന്നദ്ധകളോ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു? ഇവരുടെ ഭാഗത്ത് നിന്ന് ഇയാളുടെ ഭാഗത്ത് നിന്ന് ഇയാളുടെ ഭാഗം സംസാരിക്കുന്നവരെ എന്നെ ഞങ്ങളുടെ നാട്ടിലെ കോടാലി, മറ്റത്തൂര് പല രീതിയിലും പല പ്രചരണങ്ങളും നടത്തുന്നുണ്ട്. മാഡം പരാതി കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പൊ ഇയാൾ സ്ഥലത്തുണ്ടോ? അവിടെ ഇയാള് സ്ഥലത്തില്ല എന്നാണ് അറിഞ്ഞത്. ഇയാളുടെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ പലരും ഫോൺ വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ് എന്നുള്ള രീതിയിലാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇയാള് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഒളിവിലാണ്.